ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഒരു ഇമേജിനെ ഒരു പാറ്റേൺ രൂപത്തിൽ ഇതുപോലെ എങ്ങനെ ക്രോപ്പ് ചെയ്തെടുക്കാമെന്ന് മനസ്സിലാക്കാം. ആദ്യമായി പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു ഫോർമാറ്റ് കളർ നൽകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്രേ കളർ നൽകുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഹൈഫൻ സിമ്പൽ ഒരു 10-12 തവണ പ്രസ് ചെയ്ത് നൽകാം. ഇനി ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും ടെക്സ്റ്റ് ഇഫക്ട്സ് എന്നുള്ള ഈ ഓപ്ഷനിലെ ട്രാൻസ്ഫോർമേഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ പാറ്റേണിനെ വലുതാക്കി ഈ സ്ക്രീൻ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മുകളിലെ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇനി ഈ ഷേപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ടെക്സ്റ്റ് ഓപ്ഷൻസിലെ ടെക്സ്റ്റ് ഫിൽ സെലക്ട് ചെയ്ത് അതിൽ നിന്നും പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ സെലക്ട് ചെയ്യുക. തുടർന്ന് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്ത് സ്റ്റോക്ക് ഇമേജസ് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്യാവുന്നു. ഞാൻ ഈ ഇമേജ് സെലക്ട് ചെയ്ത് ഇൻസേർട്ട് നൽകുന്നു. സോ ഇപ്പോൾ നമ്മുടെ സ്ലൈഡിലേക്ക് ആ ഇമേജ് ഇതേ പാറ്റേൺ പോലെ ഇവിടെ ക്രോപ്പ് ആയതായി നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്ത് നമ്മുടെ സ്ലൈഡിനെ കൂടുതൽ മനോഹരമാക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഏതൊരു പാറ്റേൺ വേണമെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.